ഇത് കർമാപാലം നമ്മുടെ ഇപ്പൊ നിളയോര പാലം എന്നൊക്കെ പറയും. ഇപ്പൊ അടുത്താണ് ഈ റോഡ് ഒരു 2 വർഷമായിട്ടുള്ളൂ ഈ റോഡും പാലം ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട്. ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ രാവിലെ നേരത്തെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ? ഒരുപാട് ആളുകൾ. പിന്നെ അത് കൂടാതെ ഇത് ഭാരതപ്പുഴയും അറബിക്കടലും സംഗമിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു പ്രത്യേകത കൂടി അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ അടുത്താണല്ലോ നമ്മുടെ ഈ പൊന്നാനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു വീഡിയോ ഉണ്ട്, ഒരു വൈറൽ വീഡിയോ. അതെ വൈറൽ വീഡിയോ, നല്ല അടിപൊളി വീഡിയോ. അത് 433 ഒക്കെ ഷെയർ ചെയ്ത് ഭയങ്കര വൈറലായിട്ടുള്ള നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഏറ്റവും കൂടുതൽ പറയണത് നമ്മുടെ ആ സ്പോട്ടിനെ കുറിച്ചാണ് അല്ലേ? അത് നമ്മുടെ പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ അത് പറയേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി കണ്ടു. അതെ ഒരുപാട് സ്ഥലങ്ങൾ ഇതൊക്കെ എല്ലാവരും വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ ഈ കർമ്മ അടിച്ചാൽ തന്നെ ഒരുപാട് ഇഷ്ടം പോലെ. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ആ സ്ഥലം വരെ ഒന്ന് പോവാം. അപ്പൊ നൗഷാദ് ക പൊന്നാനിയുടെ ആ കാൽപന്ത് കളി വൈറലാക്കിയ ഖൽബ് ആ സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അതെ പൊന്നാനിയിലെ കർമ്മ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാരതപ്പുഴയിലെ ഒരു സ്ഥലം തന്നെയാണിത്. ശരിക്കും ഇത് ഭാരതപ്പുഴയിലെ വേലിയിറക്ക സമയത്തുണ്ടാവുന്ന ഒരു തുരുത്ത് മാത്രമാണ്. നമ്മൾ കുറെ ഇതിനു വേണ്ടിയിട്ട് തേടി നടന്നിട്ടുണ്ട്. നമ്മുടെ പുറങ്ങ് സ്വദേശിയായ പൊന്നാനിക്ക് സമീപമുള്ള പുറങ്ങ് സ്വദേശിയായ ഇജാസ് ആണ് ഈ മനോഹരമായ വീഡിയോ പകർത്തിയത്. ഇജാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇജാസ് ആണ് നമുക്കൊപ്പം ഇപ്പൊ ചേരുന്നത്. ഇജാസ് വൈറൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പൊ ഇജാസിന്റെ കാര്യം. ഈ വീഡിയോ എടുത്ത് നമ്മുടെ പ്രേക്ഷകരേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകം മുഴുവൻ വൈറലാക്കി തന്ന ആ വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഇജാസേ, ഈ വീഡിയോ ഇത്രയും വൈറലാവുന്ന വിചാരിച്ചിരുന്നോ? ഇല്ല ഇത്രയും വൈറലാവുന്ന വിചാരിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ നാടാണ് പൊന്നാനി, വീട് പുറങ്ങിലാണ്. അപ്പോൾ ചായ കുടിക്കാൻ വരുന്ന സ്ഥലമാണ് കർമ്മ റോഡ്. അപ്പോൾ എസ്പെഷ്യൽ ഞാനൊരു വീഡിയോ ക്രിയേറ്ററാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെ ഞാൻ ഇടാറുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി എല്ലാവരും കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഇതിപ്പോൾ. പ്രീമിയർ ലീഗ്, അതുപോലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് 433 വരെ എത്തി. അതേ എത്തിയപ്പോഴാണ് വണ്ടർ അടിച്ചത്. ഇത് അതിന്റെ ഒപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ ഈ ഒരു വീഡിയോ വൈറലായ സമയത്ത് അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇവന്റെ മുടിയുടെ ഒരു കഥയാണത്. അതെ ഒരു വലിയ ഒരു കഥ. അത് എന്താണെന്നുള്ളതും കൂടി അത് നമ്മളെ കൂട്ടുകാരായിട്ട് തന്നെ ബെറ്റടിച്ചതാണ്. ഏത് ഈ പ്രീമിയർ ലീഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെന്നെ വന്ന് ചോദിച്ച്, പ്രീമിയർ ലീഗ് ഇട്ടില്ലേ, ഇനി 433 എങ്ങനെ ഇടും ചോദിച്ചപ്പോൾ ഞാൻ ഇടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വെട്ടാം, എൻ്റെ 3 വർഷമായിട്ട് വളർത്തുന്ന മുടി ഞാൻ വെട്ടാമെന്ന് വിചാരിച്ചു പറഞ്ഞു അവരോട്. അത് 433 ഇടുകയും ചെയ്ത് ഞാൻ മുടി വെട്ടുകയും ചെയ്ത്. അതാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. കാരണം പൊന്നാനിയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു ഫുട്ബോൾ വീഡിയോ. അത് കൂടാതെ നമ്മുടെ മന്ത്രി റിയാസ് വരെ, അത് ടൂറിസം വകുപ്പ് മന്ത്രി വരെ അത് പങ്കുവെച്ച ഒരു വീഡിയോ ആയിരുന്നു. ഇജാസ് ഇതിനു മുന്നേ നേരത്തെയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അങ്ങനെ കാര്യമായി വൈറലായത്? ഏതൊക്കെയായിരുന്നു? ഏറ്റവും കൂടുതൽ വൈറലായത് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. 5 മില്യൺ അടിക്കാനായ വീഡിയോ അതാണ് ഇപ്പോഴത്തെ വൈറലായ വീഡിയോ. കേക്കൊക്കെ മുറിച്ച് മുടി നോക്കട്ടെ, ഇപ്പത്തെ മുടിയുടെ അവസ്ഥ നോക്കട്ടെ. മുടി പകുതി പോയി, ഷോർട്ടായി. ഏകദേശം കുറെ ഉണ്ടായിരുന്നല്ലേ? 3 വർഷം കളത്തിയല്ലേ. പക്ഷെ അത് സന്തോഷത്തോടെയാണ് വെട്ടിയത്. സാധാരണ നമ്മൾ ബെറ്റ് വെച്ചിട്ട് തോൽക്കുമ്പോ മറ്റേ പകുതി മീശ പഠിക്കുന്ന സങ്കടത്തോടെയാണ് വെട്ടുക. ഇത് സന്തോഷത്തോടെയാണ് വെട്ടിയത്. കാരണം എന്താ വെച്ചാൽ 433 എന്ന പേജ് ഇട്ടുകൊണ്ടാണ്. ഇന്റർനാഷണൽ പേജാണല്ലോ അത്. അതിലിട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞ എക്സൈറ്റ്മെന്റ്, എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും കേക്ക് മുറിച്ച് ഭയങ്കര ആഘോഷാക്കില്ലേ ഫ്രണ്ട്സൊക്കെ. പക്ഷെ അതിനപ്പുറത്തേക്കും ഉമ്മ എന്താണ്, ഇങ്ങനെങ്കിലും നിന്റെ മുടി വെട്ടി കണ്ടല്ലോ. ഉമ്മ കുറെ കാലമായി പറയുന്നതാണ് മുടി വെട്ടണം. ഇതൊരു ഈ ഫുട്ബോൾ കളി ഉണ്ടായി മുടി വെട്ടല്. പിന്നെ ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? അല്ല, ഇതിലിപ്പോ ഇജാസ് ആണ് ഇതിന് പിറകിലെന്ന്, ഇജാസ് ആണ് ഇത് എടുത്തത് എന്നുള്ളത് കൂടുതൽ ആളുകൾ അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? ഈ വീഡിയോ വൈറലായെങ്കിൽ പോലും. ഈ പ്രീമിയർ ലീഗിന്റെ പേജിലും
പിന്നെ സൂപ്പർ ലീഗിൻ്റെ പേജിലും പുറത്തത്തിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ അധികം ആൾക്കാർക്ക് അറിയില്ല ആളാരാണെന്നുള്ള നേരിട്ടുള്ള പരിചയം ഇല്ല എന്നുള്ളതാണ് നേരിട്ടുള്ള വലിയ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇപ്പൊ ഇന്നാണ് അതെ ഇത് വീഡിയോ എടുത്ത ആളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അല്ലേ? ഓക്കെ. ഏതായാലും ഇജാസിന് ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള മനോഹരമായ വീഡിയോകൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഇജാസ് ഒരു വലിയ വീഡിയോ കണ്ടന്റ് ക്രിയേറ്ററായി മാറട്ടെ. ഭാവിയിൽ എന്താവണമെന്നാണ് ആഗ്രഹം? ഭാവിയിൽ സിനിമ എന്നാണ് ഫീൽഡ്, അതുതന്നെയാണ് ആഗ്രഹം. ഒരു ഷോർട്ട് ഫിലിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ. ഇത്തരത്തിലുള്ള കണ്ടന്റ് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട്? ഫ്രണ്ട്സ് ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ല സത്യം പറഞ്ഞാൽ. ഫ്രണ്ട്സാണല്ല, അവരുള്ളതുകൊണ്ടാണ് കുറേയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരെ ചുറ്റും വീഡിയോ ചെയ്യാറുണ്ട്. ഫ്രണ്ട്സ് തന്നെയാണ്, ഇവരൊക്കെ തന്നെയാണല്ലേ ഫ്രണ്ട്സ്? അവർക്ക് തന്നെയാണ് ഫ്രണ്ട്സ്. വാ വാ വാ. സത്യം പറഞ്ഞാൽ വീഡിയോ വൈറലാക്കുന്നത് ശരിക്കും ഫ്രണ്ട്സും എല്ലാവരും ഇത്രയും വൈറലാണെങ്കിൽ തീർച്ചയായിട്ടും. അതിപ്പോ അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു വീഡിയോ? പ്രതീക്ഷിച്ചിരുന്നു ഇത്തരത്തിൽ വൈറലാവുന്നു? ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഫ്രണ്ട്സിന് അവനേക്കാളും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന കാലഘട്ടമല്ലേ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏതാണ് നല്ല വീഡിയോ അല്ലെങ്കിൽ ഏതാണ് വൈറലാവാൻ ചാൻസ് ഉള്ള വീഡിയോ എന്നൊക്കെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം അത് അത്ര ബ്യൂട്ടിഫുൾ ഷോട്ടായിരുന്നു. പിന്നെ ആ വ്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു ബേർഡ് ഐ വ്യൂ ആണ്. നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന വ്യൂ അല്ല. എനിക്ക് തോന്നുന്നു നമ്മളുടെ നാടിൻ്റെ മനോഹാരിത മൊത്തം അതിൽ അവന് പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 433 എന്ന് പറഞ്ഞ പേജിലേക്ക് ഫീച്ചർ ചെയ്യാന്ന് പറയുന്നത് എനിക്കൊന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ വരെ കാണുന്ന പേജായിരിക്കും. നമ്മളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ അറിയുന്നൊരു വീഡിയോ അതിൽ ഫീച്ചർ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എന്താ പറയുക, ഞങ്ങൾ ഹാങ് ഔട്ടിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ടോട്ടലി ഹാപ്പിയാണ്. സംഗതി ജോറായി അല്ലേ? വലിയ വൈറൽ എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് ആണ് പൊന്നാനിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഫുട്ബോൾ കളിയുടെ നിങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കുന്നവർ തന്നെയല്ലേ? പോയിട്ടിരിക്കുകയാണ്. നിങ്ങള് ഒക്കെ ഈ പ്രാദേശികമായിട്ടാണോ അതോ? ഇല്ല, നാട്ടില് ചുമ്മാ കളിക്കും. ഉഷു ചാമ്പ്യനാണ്, നാഷണൽ ചാമ്പ്യൻ, അങ്ങനെ നാഷണൽ ലെവലിൽ ഉഷുവിൽ വരെ എത്തിയ ആളുകളാണ്. അപ്പോ നല്ല സ്പിരിറ്റ് ഉള്ള ടീമാണല്ലേ. അപ്പം എന്തായാലും നൗഷാദ്, നമ്മളെ ഈ വീഡിയോയും അതുപോലെ വീഡിയോയ്ക്ക് പുറകിലുള്ള അണിയറ പ്രവർത്തകർ ആരാണിത് നമ്മുടെ നാട്ടിൽ മൊത്തം ഇത്രയും റീച്ച് വരുത്തിയതും ഒക്കെ നമ്മൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഏതായാലും ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇത്രയും വളരെ ഗംഭീരമായ ഒരു വിഷ്വൽ പകർത്തിയ ഇജാസിനും ടീമിനൊക്കെ വലിയ അഭിനന്ദനം നേരെയാണ്. കാരണം പൊന്നാനിയെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലുള്ള നിരവധി മനോഹരമായ വീഡിയോകൾ പകർത്താൻ ഇവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോ വൈറൽ വീഡിയോയുടെ ആ ടീമിനൊപ്പം ആതിരയും നൗഷാദും.